നമസ്കാരം. വയനാട്ടിൽ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് നേതാവായിട്ടുള്ള ജോസ് നെല്ലട അദ്ദേഹം ആത്മഹത്യക്ക് തൊട്ടു മുന്നോടിയായിട്ട് പുറത്തിറക്കിയ ഒരു വിശദീകരണ വീഡിയോ കണ്ടു. അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് കേട്ടപ്പോൾ ബോധ്യപ്പെട്ട ഒരു കാര്യം. ഇന്നിപ്പോ കോൺഗ്രസിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു ബാങ്കൂട്ടം, അല്ലെങ്കിൽ ഒരു ഷോഫി, അല്ലെങ്കിൽ ഒരു സതീശൻ, അങ്ങനെ അല്ലാതെ കച്ചവടക്കാരനും പെണ്ണുപിടിയന്മാർക്കും അല്ലാതെ നന്മയുള്ള അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കണമെന്നുള്ള മനസ്സുള്ളവർക്കെല്ലാം കോൺഗ്രസിൽ നിൽക്കുകയാണെങ്കിൽ ആത്മഹത്യ അല്ലാതെ മറ്റ് പോംവഴിയില്ല. സമൂഹത്തില് ഒരാളുടെ പോലും ഒരു അനർഹമായ കാര്യങ്ങൾ നാളിതുവരെ കൈപ്പറ്റാതെ പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. തീർച്ചയായിട്ടും ഇതൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് താങ്ങാൻ കഴിയാവുന്ന കാര്യങ്ങളല്ല. പൊതുസമൂഹത്തില് എന്റെ മുമ്പിൽ വന്നിട്ടുള്ള ആളുകളെ സഹായിച്ചിട്ടുള്ളതല്ലാതെ ഒരാളെയും നമ്മൾ മാറ്റിവിടുകയോ അല്ലെങ്കിൽ തള്ളിക്കളയുകയോ ചെയ്തിട്ടുള്ളതല്ല. അപ്പൊ എന്റെ പ്രവർത്തനങ്ങളിൽ അസൂയ കൊണ്ട ആളുകൾ എന്നെ ഈ സമൂഹത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടി, എന്റെ രക്തത്തിനു വേണ്ടി, എന്റെ മക്കളുടെ പോലും ഭാവി നശിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. കേട്ടില്ലേ? ഹൃദയം പൊട്ടി പറഞ്ഞ വാക്കുകളാണ്. അവസാനം അദ്ദേഹത്തിന് ആത്മഹത്യ അല്ലാതെ മറ്റ് പോംവഴിയില്ല. മക്കളെ വരെ വേട്ടയാടുന്ന രീതിയിലേക്ക് എത്തി. ഇത് ആദ്യത്തെ സംഭവമാണോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവമാണോ? 7-8 മാസമേ ആയുള്ളൂ NM വിജയൻ സ്വന്തം മകന് വിഷം കൊടുത്തതിന് ശേഷം ആത്മഹത്യ ചെയ്തത്. ഒരു MLA DCC പ്രസിഡന്റും അതിന് വഴിയൊരുക്കിയെന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചു. അദ്ദേഹത്തിന്റെ കുടുംബസ്വത്ത് ഉൾപ്പെടെ ഈ പാർട്ടിയിലെ ചിലർ കുരുതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ലോണിലായി കടത്തിൽ മുങ്ങിയതിന്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോ ജോസ് നെല്ലട എന്നുള്ള ഒരു വാർഡ് മെമ്പറിന് തന്നെ ഈ ഗതികേട് വന്നത്. ആലോചിക്കണം, ലോകത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഈ അവസ്ഥ ഉണ്ടാകും. ഒരുപക്ഷെ ഭരണത്തിലിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ഭരണത്തിന്റെ പേരിലുള്ള പിടിവലിയെന്ന്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അതിന്റെ മറവിൽ പോലും എവിടെയൊക്കെ കച്ചവടം നടത്താം, എവിടെയൊക്കെ വെട്ടിപ്പ് നടത്താം, എവിടെയൊക്കെ പെണ്ണ് പിടിക്കാം, ഇതൊന്നും ചെയ്യാത്തവരാണെങ്കിൽ അവരെ ഗ്രൂപ്പിന്റെ പേരിൽ വേട്ടയാടി ഒടുവിൽ ഇല്ലാതാക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അവിടെ ഒരു ലഹരി കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകനെ പെടുത്തിയതാണ്. ആ പെടുത്തിയതിന്റെ കാരണക്കാരൻ ജോസ് നെല്ലയിൽ എന്ന രീതിയിൽ ആരോപണം ഉന്നയിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തെ കൂടി അവർ തന്നെ വേട്ടയാടി ഇല്ലാതാക്കിയിരിക്കുകയാണ്. കോൺഗ്രസിനകത്തുള്ള ഈ ഗുരുതരമായിട്ടുള്ള അവസ്ഥ, അതായത് ഗ്രൂപ്പിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ എങ്ങനെയൊക്കെയാണ് മനുഷ്യർ വേട്ടയാടപ്പെടുന്നു എന്ന് നിങ്ങൾ കണ്ടേ. എന്തായാലും അദ്ദേഹം ഏറ്റവും ഒടുവിൽ മരിക്കുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ തന്റെ ഭാഗം ഒന്ന് ന്യായീകരിച്ചുകൊണ്ട് തന്റെ ഭാഗം ഒന്ന് വിശദീകരിച്ച ആ വീഡിയോ മൊത്തം ഒന്ന് കണ്ടേ. ഒരിക്കലൊരു തോട്ടയും മദ്യവും പിടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേഷൻ എനിക്ക് തെറ്റായി ലഭിച്ചത് ഞാൻ പോലീസിന് ഫോർവേഡ് ചെയ്തു. മുൻകാലങ്ങളിലും പോലീസിന് ഇതുപോലെ ഒത്തിരി ഇൻഫോർമേഷൻ കൊടുക്കുകയും വലിയ തോതിലുള്ള സ്ഫോടക വസ്തുക്കളും അതുപോലെ തന്നെ മയക്കുമരുന്നുകളും ഒക്കെ പോലീസിന് പിടിക്കാനും സാധിച്ചിട്ടുണ്ട്. ജനജാഗ്രതാ സമിതിയുടെ ഭാഗമായി പുഴയോട് തീരത്ത് ചേർന്ന് കിടക്കുന്ന ഈ വാർഡില് ആളുകൾ ഇങ്ങനെ തരുന്ന ഇൻഫോർമേഷൻ മുൻകാലങ്ങളിൽ നമ്മൾ പോലീസിന് കൈമാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ നിജസ്ഥിതി പരിശോധിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് ആളുകളെ പ്രതി ചേർക്കുന്നത് പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടാണ് വേണ്ടിയിരുന്നത്. അതിനു പകരം പോലീസിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ 26-ാം തീയതി എന്നെ വിളിച്ച് ഇതിന്റെ വിശദ വിവരങ്ങൾ തേടുകയും എനിക്കറിയാവുന്ന വിവരങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പോലീസ് പിന്നെ ഇത് പറയുകയുണ്ടായി. പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ വലിയ അഴിമതിക്കാരനും ഗൂഢാലോചനക്കാരനുമൊക്കെയാണെന്ന് പറഞ്ഞ് വലിയ പ്രചരണങ്ങൾ ചിലരുടെ ഭാഗത്തുനിന്നുണ്ട്. എന്നെ സംബന്ധിച്ച് പൊതുസമൂഹത്തില് ഒരാളുടെ പോലും ഒരു അനർഹമായ കാര്യങ്ങൾ നാളിതുവരെ കൈപ്പറ്റാതെ പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. തീർച്ചയായിട്ടും ഇതൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് താങ്ങാൻ കഴിയാവുന്ന കാര്യങ്ങളല്ല. പൊതുസമൂഹത്തില് എന്റെ മുമ്പിൽ വന്നിട്ടുള്ള ആളുകളെ സഹായിച്ചിട്ടുള്ളതല്ലാതെ ഒരാളെയും നമ്മൾ മാറ്റിവിടുകയോ അല്ലെങ്കിൽ തള്ളിക്കളയുകയോ ചെയ്തിട്ടുള്ളതല്ല. അപ്പൊ എന്റെ പ്രവർത്തനങ്ങളിൽ അസൂയ കൊണ്ട ആളുകൾ എന്നെ ഈ സമൂഹത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടി, എന്റെ രക്തത്തിനു വേണ്ടി, എന്റെ മക്കളുടെ പോലും ഭാവി നശിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഒരു കാരണവശാലും ഒരു പരിഷ്കൃത സമൂഹത്തിൽ നിന്ന് എനിക്ക് ലഭിക്കേണ്ട ഒരു പിന്തുണയല്ല ഉള്ളത്. ഞാൻ ഈ സമൂഹത്തിന് വേണ്ടി മാത്രം നിലകൊണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. പോസ്റ്റുകളിൽ ഞാൻ കോടികളുടെ അഴിമതി നടത്തി പണം സമ്പാദിച്ചു, കോടിക്കാരുടെ അടുത്ത് നിന്ന് പണം സമ്പാദിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ വളരെ തരം താഴ്ന്ന രീതിയിലുള്ള പ്രചരണങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ച് പാടിച്ചിറ സർവീസ് സഹകരണ ബാങ്കിലും അതുപോലെ സുൽത്താൻ ബത്തേരി കാർഷിക വികസന ബാങ്കിലും പെരിക്കല്ലൂർ കാനറ ബാങ്കിലുമായി 50 ലക്ഷത്തോളം രൂപ ബാധ്യതയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ.
അപ്പോൾ അങ്ങനെയുള്ള എന്നെ സംബന്ധിച്ച് ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്തി എന്നെയും എന്റെ കുടുംബത്തെയും തകർക്കണം എന്നുള്ള രീതിയിൽ ഇതുപോലെ ഉള്ള സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പൊതുസമൂഹത്തോട് ഞാൻ ഇത്തരത്തിലുള്ള ഒരു അനീതിയും ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. ഇതൊക്കെയാണ് കോൺഗ്രസ്. അധികാരമില്ലാത്ത സന്ദർഭത്തിൽ അതിലുള്ള പാർട്ടിക്കാരുടെ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ ഗതികേട് ഇതാണ്. ചില പെട്ടിയെടുപ്പുകാരുടെ പിന്നിൽ നിൽക്കുകയാണെങ്കിൽ ഓക്കെയാണ്. അത് ഒന്നുകിൽ മാങ്ങാണ്ടി ആയിരിക്കണം, അല്ലെങ്കിൽ ഷാഫി ആയിരിക്കണം, അല്ലെങ്കിൽ സതീശനായിരിക്കണം. ഇതുപോലുള്ള കച്ചവടക്കാർക്ക് മാത്രമായി കോൺഗ്രസ് ചുരുങ്ങിയിരിക്കുകയാണ്. ആ ചുരുങ്ങിയവരുടെ കൂട്ടത്തിൽ പെടാത്തവർക്ക് ഇതാണ് അവസ്ഥ. ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു പ്രദേശത്ത് തന്നെ അടുപ്പിച്ച് DCCയിലെ ഭാരവാഹികൾക്കും വാർഡ് മെമ്പർമാർക്ക് പോലും ഇതൊക്കെ ചെയ്യേണ്ടി വരണമെന്നുണ്ടെങ്കിൽ എന്താണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് ചിന്തിച്ചു നോക്കൂ. അവനവനിസത്തിലേക്ക് ചുരുങ്ങി അവനവന്റെ കച്ചവടം, അവനവന്റെ പെണ്ണുപിടി, ഇവരൊക്കെ നേതാക്കന്മാരാകും. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ ഏതെങ്കിലും തരത്തിലൊക്കെ ആക്ഷേപിച്ചും ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ വേട്ടയാടിയും ഈ രീതിയിൽ ഇല്ലായ്മ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് ആ പ്രതികരണം തെളിയിക്കുകയാണ്. ഈ ഒരു പാർട്ടിയൊക്കെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ നാടിന്റെ അവസ്ഥ എന്തായി മാറും. അധികാരത്തിൽ ഇല്ലാതെ തന്നെ ഈ രീതിയിലൊക്കെ മനുഷ്യരെ കൊന്നൊടുക്കുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തുള്ളവരെ അല്ല, സ്വന്തം പാർട്ടിക്കാരെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന നേതാക്കന്മാരും അണികളും ഗ്രൂപ്പ് ഉടമ്പലി ഉണ്ടെങ്കിൽ അവരൊക്കെ ഇന്നത്തെ രാഷ്ട്രീയത്തിന് ചേർന്നവരാണോ എന്ന് ചിന്തിക്കാനുള്ള അവസരം കൂടിയാണ് ഈ സംഭവം.